അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധ ശഅബാൻ മാസത്തിലെ എല്ലാ ദിവസവും അസ്റിന്റെയും മഗ്രിബിന്റെയും ഇടയിലായി ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും ചൊല്ലിയാൽ വലിയ മഹത്വം ലഭിക്കുന്ന, വലിയ പ്രതിഫലം കിട്ടുന്ന, വലിയ നേട്ടമുണ്ടാക്കി തരുന്ന, നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു നിമിഷ നേരം കൊണ്ട് പുറത്തു തരുന്ന ഒരു അത്ഭുത ഇസ്തിഗ്ഫാറുണ്ട്. ആ ഇസ്തിഗ്ഫാർ നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം, എല്ലാ ദിവസവും ചൊല്ലണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഏതാണ് ആ മഹത്തായ ഇസ്തിഗ്ഫാർ? അള്ളാഹുവിന്റെ മഹാന്മാരായ ആരിഫീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മൻ ഖാല ഫീ ശഅബാൻ, ശഅബാൻ മാസത്തിൽ ആരെങ്കിലും ചൊല്ലിയാൽ, കുല്ല യൗമിൻ, എല്ലാ ദിവസവും, ബൈനൽ അസ്രി വൽ മഗ്രിബ്, അസ്റിന്റെയും മഗ്രിബിന്റെയും ഇടയിലായി, അസ്തഗ്ഫിറുല്ലാഹൽ അളീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഗഫാറുദ് ദുനൂബി വസത്താറൽ ഉയൂബി വഅതൂബു ഇലൈഹി തൗബത അബ്ദിൻ ളാലിമിൻ ലിനഫ്സിഹി ലാ യംലികു ളുർറൻ വലാ നഫ്അൻ വലാ മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ. ഈ ചെറിയ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ഔഹല്ലാഹു തആല ഇലൽ മലക്കൈനിൽ മുവക്കലീൻ, പ്രത്യേകമായി അല്ലാഹു ഏൽപ്പിക്കപ്പെട്ട രണ്ട് മലക്കുകൾക്ക് അല്ലാഹു വഹി അറിയിക്കും, സന്ദേശം എത്തിക്കും. അഹ്രിക സ്വഹീഫത ദുനൂബ ഖതായ, ഈ മനുഷ്യന്റെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കണം. ഈ മനുഷ്യന്റെ ദോഷങ്ങളുടെ ഏടുകളെ നിങ്ങൾ കരിച്ചു കളയണം. കാരണം ഈ മനുഷ്യൻ മഹത്തായ ശഅബാൻ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് എല്ലാ ദിവസവും അസ്റിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ ഈ മഹത്തായ ഇസ്തിഗ്ഫാർ ചൊല്ലിയവനാണ്. അതുകൊണ്ട് ഇവനിക്ക് പുറത്തു കൊടുക്കണം. എന്താണ് ഈ ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം? അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അളീമായ അള്ളാഹുവിനോട്, റബ്ബിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു, ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. അല്ലദീ, എങ്ങനെയുള്ള അള്ളാഹുവാണ്? ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അല്ലാതെ വേറെ ഇലാഹ് ഇവിടെ ഇല്ല. അൽ ഹയ്യ, എന്നൊന്നും ജീവിക്കുന്നവൻ. അൽ ഖയ്യൂം, എല്ലാത്തിനും കഴിവുള്ളവൻ, ശക്തിയുള്ളവൻ. ഗഫാറുദ് ദുനൂബ്, ദോഷങ്ങളെ വല്ലാത്ത പുറത്തു കൊടുക്കുന്നവനാണ്. വസത്താറുൽ ഉയൂബ്, ഐബുകളെ, ന്യൂനതകളെ വല്ലാത്ത മറച്ചു വെക്കുന്നവനാണ്. വഅതൂബു ഇലൈഹി, അവരിലേക്ക് ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നു. തൗബത ആബിദിൻ, ഒരു അടിമയുടെ തൗബ. ളാലിമിൻ ലിനഫ്സിഹി, സ്വശരീരത്തിനോട്, സ്വന്തം ശരീരത്തിനോട് അക്രമം ചെയ്ത ഒരു അടിമയാണ് ഞാൻ. ലാ യംലികു ളുർറ, എനിക്ക് സ്വന്തമായ ഒരു ഉപദ്രവം ചെയ്യാനുള്ള കഴിവ്, കെൽപ്പ് എന്റെ ശരീരത്തിനിക്കില്ല. വലാ നഫ്അൻ, സ്വന്തമായി ഉപകാരം ചെയ്യുവാനുള്ള കഴിവെനിക്കില്ലാത്തവനാണ്. വലാ മൗത്തൻ, ഒരാളെ മരിപ്പിക്കുവാനോ, വലാ ഹയാത്തൻ, ഒരാൾക്ക് ജീവൻ കൊടുക്കുവാനോ, വലാ നുഷൂറ, ഒരാൾക്ക് പുനർജന്മം കൊടുക്കാനോ കഴിവില്ലാത്ത ദുർബലനായ ഒരു അടിമയാണ്. പഠിച്ചവരെ, ഞാൻ എത്രയോ അക്രമം ചെയ്തിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായ ഒരുപാട് ദോഷങ്ങൾ എന്നിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പടച്ചവൻ, എനിക്ക് നീ പുറത്തു തരണം, എനിക്ക് നീ എന്റെ തൗബ സ്വീകരിക്കണം എന്ന് നാം റബ്ബിനോട് താഴ്മയോട് ചോദിക്കുന്ന ഒരു മഹത്തായ ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ എപ്പോഴും നാം ചൊല്ലണം. പ്രത്യേകിച്ചും മഹത്തായ മാസങ്ങളിൽ അള്ളാഹു ബഹുമാനിക്കാൻ പ്രത്യേകമായി കൽപ്പിച്ച, നിങ്ങൾ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ മഹത്തായ മാസങ്ങളിൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഇരട്ടി ഇരട്ടി പ്രതിഫലം നൽകും. നമ്മുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചത്, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ഒരാളെ തന്റെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ, ഇസ്തിഗ്ഫാർ നിർബന്ധമാക്കിയാൽ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജ, അവൻ അനുഭവിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാവിധ കുടുക്കുകളിൽ നിന്നും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, അവൻ അനുഭവിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, ടെൻഷനിൽ നിന്നും, എല്ലാവിധ കടങ്ങളിൽ നിന്നും അള്ളാഹു അവനെ പെട്ടെന്ന് രക്ഷപ്പെടുത്തും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവനിക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലതും അള്ളാഹു അവന് വിചാരിക്കാത്ത ഭാഗത്തിലൂടെ, അവന് അറിയാത്ത ഭാഗത്തിലൂടെ അള്ളാഹു എളുപ്പത്തിൽ നൽകും. അപ്പൊ ഇസ്തിഗ്ഫാർ എല്ലാത്തിനും പരിഹാരമാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തിനോട് പറഞ്ഞത്, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുക, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എല്ലാം നൽകും. ആകാശത്തിൽ നിന്നും മഴ വർഷിപ്പിച്ചു തരും, മക്കളെ നൽകും, നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും അല്ലാഹു നൽകും. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകിച്ചും ഈ മഹത്തായ ശഅബാൻ മാസത്തിൽ ഈ പറഞ്ഞ ഇസ്തിഗ്ഫാർ അസ്റിന്റെയും മഗ്രിബിന്റെയും ഇടയിലായി ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും ചൊല്ലുവാനുള്ള വലിയ ഭാഗ്യം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.